ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ പാടാറുമ്പത്ത്? ആരെന്ന്? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. രഘുവേട്ടന്റെ പെരുമാറ്റം കണ്ടിട്ടേ കൈവിട്ടു പോകുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അതൊന്നും അല്ലടൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം. എന്ന് പറഞ്ഞാല് വല്ല ബീച്ചിലോ പാർക്കിലോ വേണമെങ്കിൽ ഒരു സിനിമയ്ക്കോ ഒക്കെ പോവാം. എന്നിട്ടേ ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോ വേണമെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോവാം. എന്നിട്ട് അവിടെ താമസിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ഇങ്ങ് തിരിച്ചു വന്നാ മതി. എന്താ, തനിക്ക് താല്പര്യമില്ലേ? എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതല്ല, രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ സന്തോഷം. എടോ, ഹരി തുടങ്ങി വച്ചിരിക്കുന്നേ വലിയൊരു സംഭവ. അവനെ സംബന്ധിച്ചിടത്തോളം അതിനെത്ര ഉയരമുണ്ടോ അതവൻ കീഴടക്കിയിരിക്കും. നമ്മൾ അവന്റെ കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതി. കൂട്ടത്തില് നമുക്ക് നഷ്ടപ്പെട്ട കുറെ വർഷങ്ങളുണ്ട്. നമുക്കതൊന്ന് തിരിച്ചു പിടിക്കണം സുജാതെ. ഈ വയസ്സാം കാലത്ത് ക്ഷേത്രങ്ങളും പുരാണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് മാത്രം നടന്നാ പോരാ. വയസ്സായിട്ടില്ലാന്നങ്ങ് വിചാരിക്കുക. ആഘോഷങ്ങൾ തനിയെ വന്നോളൂ. ശരി. അല്ല, ചെറുപ്പമാകുമ്പോഴേ ഞാൻ ഇതേ ഡ്രസ് തന്നെ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വേണമെങ്കിലേ താൻ ചുരിദാറിട്ടോ അല്ലെങ്കിലേ ജീൻസും ടോപ്പ് ഇട്ടോ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ? അത്രയ്ക്കൊന്നും വേണ്ട. ഇതിൽ കൂടുതൽ പ്രായം കുറഞ്ഞാലേ അപകടോ. അതുകൊണ്ട് മോനെ രഘു ഒന്ന് അടങ്ങ്. സുജാതെ ഇവിടെ ഇരിക്കേ. ഇപ്പോഴാടോ രഘുവിനോട് താൻ കട്ടക്ക് പിടിക്കുന്നത്? ഇത് മതി. ആരാ പാടാറുമ്പത്ത്? ആരെന്ന്? അത് ശരി, നിങ്ങളോ? അല്ല, ഈ രാവിലെ പണി കഴിഞ്ഞിട്ട് എന്റെ മൊബൈൽ ഇവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് മൊബൈല് കിട്ടിയോ? ആ കിട്ടി. അല്ല, മൊബൈല് കിട്ടിയാലേ അതുമായിട്ടിങ്ങനെ വരമ്പത്തിരിക്കണമെന്ന് ചടങ്ങ് വല്ലതുണ്ടോ? ചമ്മണ്ട. പിന്നെ നിങ്ങൾ കുത്തിക്കളച്ച് പോയതിനു ശേഷം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി ഞാൻ ഇറങ്ങിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടത്. ഹരി മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നു. രാത്രി പാടത്തിന്റെ കരയിൽ വന്നിരിക്കും. അവിടെ ഇരുന്നാണ് ഹരി കവിതയെക്കുറിച്ച് ആലോചിക്കുന്നതും കവിത എഴുതുന്നതും ഒക്കെ. ഇപ്പോഴത്തെ ഈ ഇരിപ്പ് കവിത എഴുതാനൊന്നുമല്ല, അല്ലടാ ഹരി? അല്ല, അത് പിന്നെ സാറേ. വേണ്ട, ഉന്തണ്ട, എല്ലാം മനസ്സിലായി. ഈ കവികൾക്കും കലാകാരന്മാർക്കും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഭ്രാന്തുണ്ട്. അത് പലരിലും കൂടിയും കുറഞ്ഞും ഒക്കെ കാണും. ഇതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ നിങ്ങളിരുന്നോ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുക. അല്ല, ഞങ്ങള് പോവാ. ഞങ്ങളിപ്പോ അവിടെ അമ്മാവൻ തിരക്കാൻ തുടങ്ങി കാണും. അല്ല, രാത്രി ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ കേട്ടിട്ട് കാലം കുറച്ചായി. കഴിച്ചു മോളെ,
അത്താഴം കഴിച്ചു. ആ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ ഛെ, ആകെ ചമ്മലായി പോയി. പുള്ളി എന്ത് കരുതിയിട്ടുണ്ടാവുമെന്തോ. ഇങ്ങനത്തെ ഭ്രാന്തൊക്കെ കാണിക്കുമ്പോ ആലോചിക്കണ്ടേ? ഇത് ഭാർഗവൻ സാർ ആയതുകൊണ്ട് കൊള്ളാം. ഈ നാട്ടില് നമ്മളെ പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഓടിച്ചിട്ട് തല്ലിയനെ. അവര് തല്ലോ തല്ലാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അല്ല, തനിക്കിഷ്ടായോ? എടോ, എന്റെ ഈ ഭ്രാന്ത് തനിക്ക് ഇഷ്ടമായോന്ന്? ഇല്ലാതെ പിന്നെ ഇയാളുടെ കവിതയെ കൂടിയല്ലേ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ കവിതയിലുള്ളതൊക്കെ എന്റെ മനസ്സിലും കാണില്ലേ? നമുക്കേ പോയേക്കാം. അമ്മാവൻ ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ കാന്താരി ഉണ്ടല്ലോ, അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. വാ. വാ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. മധുരം കറക്റ്റ് ആണോ അച്ഛാ? ആ കറക്റ്റാ. ഓരോരുത്തരുടെ ശീലങ്ങളൊക്കെ മോള് ചോദിച്ചു പഠിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചു കാലം വിശ്രമിക്കാൻ പോവാണേ. ഇതിനു വേണ്ടി കാത്തിരുന്നവര് തോന്നുമല്ലോ തന്റെ കാര്യം. അവൻ എഴുന്നിട്ടില്ലേ മോളെ? ഞാൻ ഇവിടെ ഉണ്ട് അച്ഛാ. ഞാൻ വിപിന് ചായ എടുക്കാം. അച്ഛാ, ചിലപ്പോ മോൾ ഇന്ന് വരും. അതെങ്ങനെ? അതിനുവേണ്ട നിയമപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ മോളെ തടഞ്ഞു നിർത്താൻ കാരണങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഹരിയെയോ വീണയുടെ അച്ഛനെയോ പൂർണ്ണമായി ഞാൻ കുറ്റം പറയില്ല. മനുഷ്യരെ തമ്മിൽ ഇണക്കിച്ചേർക്കുന്നത് ജന്മമൊന്നുമല്ല, സാഹചര്യങ്ങളാ. പക്ഷേ കുഞ്ഞ് നമ്മുടേതാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് താനും. സത്യം പറഞ്ഞ ഹരിയോടും വീണയുടെ അച്ഛനോടും നേരിട്ടൊന്ന് സംസാരിച്ചാൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ അവര് നിങ്ങളോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞാലോന്ന് വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. ആർക്കും ഒരു വേദനയും തട്ടാതെ ഇതൊക്കെ പരിഹരിക്കണമെന്നായിരുന്നു എന്റെ ഒരു താല്പര്യം. എന്റെയും താല്പര്യം അതായിരുന്നു അച്ഛാ. ഞാനും അതായിരുന്നു ചിന്തിച്ചത്.